സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല. അധികാര കസേരയിലേക്ക് ആ മനുഷ്യനൊന്ന് ഇരുന്നിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര, അധികാര കസേര എന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആ മനുഷ്യനൊന്ന് ഇരുന്നിട്ട് പോലുമില്ല. പക്ഷെ അതിനു മുമ്പേ എത്ര നീറ്റായിട്ട്, എത്ര ക്ലീൻ ആയിട്ട്, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടുകൾ ആ മനുഷ്യൻ്റെതൊന്ന് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട ചില കോൺവേകളുണ്ട് അല്ലേ, സാധാരണക്കാരൻ്റെ ജീവിതം വഴിമുട്ടിച്ചിട്ട് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് മണിക്കൂറുകളോളം റോഡുകളും വഴികളും അടച്ചിട്ടിട്ട് ഒരു 19 വണ്ടിയുടെ വലിയ നീണ്ട ക്യൂ അല്ലേ, അതും സാധാരണക്കാരൻ്റെ നെഞ്ചത്തു കൂടി കയറ്റിയിട്ടുള്ള യാത്ര. അവിടെയാണ് സതീശൻ വ്യത്യസ്തനാകുന്നത്. സതീശന് വേണമെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി കോൺവേ ഉപയോഗിക്കാം. സതീശന് വേണമെങ്കിൽ പുതിയൊരു വാഹനം തന്നെ വാങ്ങിയാം. സതീശന് വേണമെങ്കിൽ തനിക്കിഷ്ടമുള്ള നിറത്തിൽ ഇഷ്ടമുള്ള കമ്പനിയുടേത്, ലോകത്തിലെ ഏറ്റവും അത്യാഡംബര കമ്പനിയുടെ ഒരു കാറ് തന്നെ വേണമെങ്കിൽ നിരത്തിലിറക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സതീശൻ അതിനില്ല. ആ മനുഷ്യൻ്റെ നിലപാടുകൾ, ആ മനുഷ്യൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക്, ഈ പറയുന്ന ശൈലി മാറ്റം, അധികാരത്തിൻ്റെ ശൈലി തന്നെ മാറ്റാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അധികാരത്തിൻ്റെ ആ സംസ്കാരം തന്നെ മാറ്റാൻ പോവുകയാണ്. വളരെ കൃത്യമായി അയാൾ വാക്കുകൊണ്ടല്ല മാറ്റാൻ ശ്രമിക്കുന്നത്, മറിച്ച് ആ മനുഷ്യൻ പ്രവൃത്തിയിലൂടെ ആ മനുഷ്യൻ എല്ലാത്തിനും തുടക്കം കുറിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് വാക്കും പ്രവൃത്തിയും നിലപാടുകളുമൊക്കെ നട്ടലുള്ളവൻ്റെതാകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ നിലപാടുകൾ എന്ന് പറയുന്നത് നാവ് കൊണ്ട് മാത്രം പറയാനുള്ളതല്ല, അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. ആ മനുഷ്യൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, കൃത്യമായിട്ട്. ഇന്നിപ്പോൾ വന്ന വാർത്ത എന്താ? വഴി തടയരുത്, മുഖ്യമന്ത്രിയുടെ യാത്രക്ക് വേണ്ടിയിട്ട് വഴി തടയരുത്. അതുപോലെ എസ്കോട്ടും പൈലറ്റും ആകെ പറഞ്ഞത് ഒരൊറ്റ വാഹനം, വഴി കാട്ടാനായിട്ടൊരു വാഹനം മാത്രം മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരുക്കേണ്ട സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വാഹനം എസ്കോട്ട്, ഒരു വാഹനം പൈലറ്റായിട്ട്, അങ്ങനെ 2 വാഹനങ്ങൾ, മൊത്തം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം അടക്കം 3 എണ്ണം. അതാണ് അദ്ദേഹം പറഞ്ഞ വിരലിൽ എണ്ണാവുന്നതിലും താഴെയുള്ള വാഹനങ്ങൾ എന്ന് മാത്രം. ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് എനിക്കത് വേണ്ട എന്നാണ്, പക്ഷേ ഒരു ഔപചാരികത മുൻനിർത്തിക്കൊണ്ട് മാത്രം അദ്ദേഹത്തിന് 2 വാഹനങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് ആ മനുഷ്യൻ